ഹായ്, പഠിച്ചുപാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശുഭ്രനിൽ എന്ന് പറയുന്ന പേരുള്ള ഒരു മൗത്ത് ഓർഗൻ പ്ലെയറാണ്. സാധാരണ ഈ മൗത്ത് ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്ര വലിയ ഒരു പ്രചാരത്തിലുള്ളൊരു സംഗതി അല്ലെങ്കിലും നോർത്തിലേക്കൊക്കെ, പ്രത്യേകിച്ചും വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഷോലെ എന്ന് പറയുന്ന സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ മൗത്ത് ഓർഗൻ ഇത്രയും വലിയൊരു സംഭവമായിട്ട് അവിടെ അങ്ങ് മാറത്തില്ലായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് അങ്ങ് പോയേനെ. ഷോലയിലൊരു വലിയ നല്ലൊരു മ്യൂസിക്കൽ പീസുണ്ട്. വളരെ ഇമോഷണലായിട്ടും നൊസ്റ്റാൾജിക്, ഭയങ്കര ഡെപ്തുള്ളൊരു ഒരു 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 മ്യൂസിക്കൽ പീസാണത്. അപ്പോൾ എന്തായാലും ഇപ്പം ഇൻ്റർനെറ്റിലിപ്പം ഒരുപാട് ആൾക്കാർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ മൗത്ത് ഓർഗനിൽ വായിക്കുന്നുണ്ട്. അപ്പം ചെറിയ കുട്ടികൾ പോലും, 10 വയസ്സുള്ള കുട്ടികൾ പോലും മെരേ ഡോൾന എന്നൊക്കെ പറയുന്ന പാട്ടുകളുടെ സ്വരങ്ങൾ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്വരങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് ഇപ്പം. പക്ഷെ എന്നാലും ശുഭ്രനിൽ വായിക്കുന്നതൊരു പുള്ളിയുടെ ഡെഡിക്കേഷനും അതിനകത്തുള്ളൊരു മെറ്റിക്കുലസ് ആയിട്ടുള്ളൊരു ഒരു റെൻഡറിങ്ങും ഒക്കെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ ഭയങ്കര ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഹൗറ ജില്ലയിലെ ഉലുബേരിയ എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരുപാട് ചെറുപ്പത്തിൽ തന്നെ ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് തന്നെ, അതായത് 2020 ഇതേപോലുള്ള പിന്നെ മൗത്ത് ഓർഗനിൽ പാട്ടുകളൊക്കെ വായിച്ച് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ക്ലാസിക്കലായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഒരു പീസ് നമ്മുടെ അമിതാഭ് ബച്ചൻ, ദ ബിഗ് ബി, അദ്ദേഹം അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ അദ്ദേഹം അത് ഷെയർ ചെയ്തിട്ട് ഇദ്ദേഹത്തെ വളരെയധികം പ്രശംസിക്കുകയും അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതോടുകൂടിയാണ് അദ്ദേഹം ഒരു പോപ്പുലർ ഫേസായിട്ട് മാറുന്നത്. അതിനുശേഷം പിന്നെ പുള്ളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഞാനിതിനകത്ത് ശുഭ്രനിലിൻ്റെ കുറേ പെർഫോമൻസിൻ്റെ ലിങ്കുകളിടാം. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.